ടെക് മീഡിയ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം നമ്മൾ നമ്മുടെ പെൻഡ്രൈവ് എടുത്ത് കമ്പ്യൂട്ടറിൽ കുത്തുമ്പോൾ അത് ഓപ്പൺ ആവില്ല. നമ്മളത് ഊരി തിരിച്ചും മറിച്ചും പോർട്ട് മാറ്റിയൊക്കെ കുത്തി നോക്കും. നോ രക്ഷ. ലാസ്റ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടർ കുത്തി നോക്കും. എന്നിട്ടും റെഡി ആയില്ലെങ്കിൽ ആ പെൻഡ്രൈവ് വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരെണ്ണം വാങ്ങും, അല്ലേ? എന്നാൽ അങ്ങനെയുള്ള പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നോ, നമുക്ക് ശരിയാക്കിയെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ സെർച്ച് ബാറിൽ CMD എന്ന് സെർച്ച് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി അടുത്തതായി ലിസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് പെൻഡ്രൈവ് കാണിക്കുന്നുണ്ട്. ഡിസ്ക് 2 എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്, ഒരു 15 GB. അതുകൂടാതെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഡിസ്ക് 0യും ഡിസ്ക് 1ഉം അത് കമ്പ്യൂട്ടറുള്ള ഹാർഡ് ഡിസ്ക് ആണ്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ലിസ്റ്റ് വോളിയം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി ഓരോ ഡ്രൈവിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ നമുക്ക് നമ്മുടെ പെൻഡ്രൈവ് എന്നത് വോളിയം 7 ആണ്. അതായത് ഡിസ്ക് 2ൽ വോളിയം 7 എന്നാണ് നമ്മുടെ പെൻഡ്രൈവിൻ്റെ പാത്ത്. ഇനി അടുത്തതായിട്ട് ടൈപ്പ് ചെയ്യുക സെലക്ട് ഡിസ്ക് 2 എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിസ്ക് സെലക്റ്റായി. അടുത്തതായി ചെയ്യേണ്ടത് സെലക്ട് വോളിയം 7 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത ഡ്രൈവ് നമുക്ക് ക്ലീൻ ചെയ്യണം. അതായത് പെൻഡ്രൈവിനെ റീസെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പെൻഡ്രൈവിനെ നമുക്ക് റീസെറ്റ് ചെയ്യണം. അതിന് ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്ക് ക്ലീൻ ആയി എന്നൊരു സക്സസ് മെസ്സേജ് കിട്ടും. അടുത്തത് നമുക്ക് ആ ക്ലീൻ ചെയ്ത ഡിസ്കിൽ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അങ്ങനെ പാർട്ടീഷൻ ചെയ്തതും സക്സസ്ഫുൾ ആയി. ഇനി നമുക്ക് ഈ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യണം. അതിനായി അടുത്ത ഫോർമാറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഫോർമാറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് ഹാർഡ് ഫോർമാറ്റിംഗ് ആണ്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. വേണമെങ്കിൽ നമുക്കിവിടെ ഫോർമാറ്റ് കൊടുക്കാതെ സ്കിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്വിക്ക് ഫോർമാറ്റ് ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ നമ്മൾ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസും കാണിക്കില്ല. ചിലപ്പം കണക്റ്റ് ആയി പിന്നെ ഡിസ്കണക്റ്റ് ആയി പോകുന്നതാണ്. ഇങ്ങനെ ഏതുതരം ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ശരിയാക്കാൻ സാധിക്കും. ഫിസിക്കൽ ഡാമേജ് ആയ പെൻഡ്രൈവ് ഇങ്ങനെ നോക്കിയാൽ ശരിയാവില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം.
ഹാർഡ്വെയർ സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് നന്നാക്കാൻ കഴിയില്ല. നമ്മുടെ ഫോർമാറ്റിംഗ് ഏകദേശം കഴിയാറായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക്, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. പെൻഡ്രൈവ് ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹാർഡ് ഫോർമാറ്റ് ഒഴിവാക്കിയാൽ നമുക്ക് പെൻഡ്രൈവ് ഊരിയിട്ട് റീകണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. ഫോർമാറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ ക്വിക്ക് ഫോർമാറ്റിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഫോർമാറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെൻഡ്രൈവ്. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള കറപ്റ്റായി പോയ പെൻഡ്രൈവ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ശരിയാക്കി എടുക്കാവുന്നതാണ്. ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ഐഡി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.